friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു ഹെർബൽ ഷാംപൂ ഉണ്ടാക്കിയെടുക്കാൻ പോകട്ടെ. അപ്പോൾ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു ഹെർബൽ ഷാംപൂ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറ്റാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി ഫ്രിസി ആണെങ്കിൽ നന്നായിട്ടൊന്ന് കണ്ടീഷൻ ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഷാംപൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കണം, എന്നിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഷാംപൂ എങ്ങനെ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കണ്ടീഷണറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ പറയേണ്ടത്, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ റെഗുലർ യൂസിനെ കുറിച്ചൊക്കെ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മിസ്സാവരുതെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാംപൂവിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ശീവക്കായും അതുപോലെ തന്നെ സോപ്പ് കായ കേട്ടോ. അപ്പോൾ ശീവക്കായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തില്ല, പുളി പോലെ ഇരിക്കുന്ന സാധനം, വാഗമരത്തിൻ്റെ കായൊക്കെ പോലെ ഇരിക്കുന്നതാണ് ശീവക്കായ. പിന്നെ ഇപ്പോൾ കാണിക്കുന്നതാണ് സോപ്പ് കായ. അപ്പോൾ സോപ്പ് കായ എനിക്ക് തോന്നുന്നു 2 ടൈപ്പ് ഉണ്ട്. എനിക്ക് കിട്ടിയത് ഈ ചെറുതാണ്. കുറച്ചും കൂടി വലിയ ഒരെണ്ണം ഉണ്ട്, അതായത് ഇങ്ങനെ ഏകദേശം നമ്മുടെ കാടമുട്ടയില്ലേ അതിൻ്റെ ഷേപ്പിലുള്ള ഒരെണ്ണം ഉണ്ട്. അതിനാണ് സോപ്പിൻ്റെ എഫക്റ്റ് കൂടുതലെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത്, അപ്പോൾ അതങ്ങ് വാങ്ങി. അപ്പോൾ രണ്ടും വാങ്ങിയത്, ശീവക്കായും അതുപോലെ തന്നെ സോപ്പ് കായും വാങ്ങിയത് 50 ഗ്രാം വെച്ചാണ് കേട്ടോ. അപ്പോൾ 50 ഗ്രാമിന് 15 രൂപയൊക്കെ ആയിട്ടുള്ളൂ ഓരോന്നിനും. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട്, അപ്പോൾ ഇത് കുഞ്ഞു കായ ആയതുകൊണ്ട് ഞാനിവിടെ 20 എണ്ണം എടുത്തിട്ടുണ്ട് ഈ സോപ്പ് കായ. അതുപോലെ തന്നെ ശീവക്കായ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോപ്പ് കായ ഒന്ന് കുത്തി ചതച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരു എടുത്ത് കളയണം. നമുക്കിതിൻ്റെ എന്താ പറയുക, തോട് മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പുറത്തെ കയ്യിലിരിക്കുന്നത് ചതഞ്ഞു പോയതാണ്. ഈ മുത്തുമുത്ത് പോലെ ഉള്ളതാണ് ശരിക്കും ആ കുരുവിൻ്റെ ആ ഷേപ്പ്. അതിൽ താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ അതിൻ്റെ തോട്. അപ്പോൾ അതാണ് സോപ്പ് കായയുടെ ഒരു സ്ട്രക്ചർ. ഇനി നമുക്ക് എന്താ പറയുക, ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവാണ് നമ്മളിപ്പോൾ പറയാൻ പോണേ കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മളുടെ സോപ്പ് കായ ഇട്ട് വയ്ക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ശീവക്കായ ഒന്ന് കിള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഈ 2 സാധനങ്ങൾ ചേർന്നിട്ടാണ് നമുക്ക് നന്നായിട്ട് ആ ഷാംപൂവിൻ്റെ എഫക്റ്റ് ഒന്ന് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ പറയാറുണ്ട്, അവർ ഈ ഷാംപൂ ഒക്കെ ഉണ്ടാവണതിന് മുന്നേ, മീൻസ് ഷാംപൂ ഒക്കെ കിട്ടി തുടങ്ങുന്നതിന് മുന്നേ പണ്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് തലയിലുള്ള എണ്ണയൊക്കെ കളഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ തലയിൽ എണ്ണ കളയാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാനും നന്നായിട്ട് മുടി വളരാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് തീർന്നിട്ടില്ല, ഇനി അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇട്ട് വയ്ക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി, അതായത് നാളെയാണ് നമ്മൾ ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി നമ്മൾ ഇതിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നാലാണ് അതിൻ്റെ സോപ്പിൻ്റെ എഫക്റ്റ് ഒന്ന് ഇളകി പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉലുവ ചേർക്കുമ്പോഴേക്കും നമുക്കറിയാലോ, ഉലുവ നമ്മുടെ മുടി വളരാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതിന് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഈ 3 സാധനങ്ങൾ, നമ്മുടെ സോപ്പ് കായ, ശീവക്കായ അതുപോലെ തന്നെ ഉലുവ 2 ഗ്ലാസ് വെള്ളത്തിൽ തലേ ദിവസം രാത്രി കുതിർക്കാൻ വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ എന്താ പറയുക, ഞാൻ ശനിയാഴ്ച കുതിർത്ത് വെച്ചു, ഞായറാഴ്ചയാണ് ഷാംപൂ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച ഷാംപൂ ആണ് കേട്ടോ. ഷാംപൂ ആയിട്ടില്ല, ഷാംപൂ ആവും. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കിയാൽ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവില്ല. തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ആ ഒരു വെള്ളത്തിന് നന്നായിട്ട് കളർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളം ഒന്ന് തിക്കായിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത വരും, ആ ഒരു കണ്ടീഷനിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരികിൽ വെച്ച ചെമ്പരത്തിപ്പൂ ഇതിലിടാൻ വേണ്ടി എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 ചെമ്പരത്തിപ്പൂ എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഇതിൽ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടിട്ടാണ് ഇത്ര എടുത്തത്. ചെമ്പരത്തിപ്പൂ നല്ലതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ എടുക്കുമ്പോൾ ഭയങ്കര വലിയ ഇലയൊന്നും എടുക്കണ്ട, ഒരു മീഡിയം സൈസ് ചെറിയ ഒരു ഇല എടുത്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അധികം നാളങ്ങ് കുറേ നാൾ നമുക്ക് വെക്കാൻ പറ്റില്ല. ഒരു 10-14 ദിവസം മാക്സിമം നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങും, നന്നായിട്ട് ഇങ്ങനെ പാല് പതയുന്ന പോലെ പൊങ്ങി വരും. ആ ഒരു സമയമാകുമ്പോഴേക്കും
ഫ്ലെയിം ഓഫ് ചെയ്യുക, എടുത്ത് വയ്ക്കുക, തണുക്കുമ്പോഴേക്കും അരിച്ചെടുക്കുക. അപ്പോൾ അത് ആയി കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ട് അതിനൊരു നല്ല റെഡ് കളറായിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കുറച്ചും കൂടി തിക്കായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുമ്പോഴേക്കും കിട്ടുന്ന ആ ഒരു സംഗതിയാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതൊരു ഹെയർ പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം. അതിൻ്റെ ഫുള്ളായിട്ടുള്ള വിറ്റമിൻസും സംഭവങ്ങളൊന്നും ന്യൂട്രിയൻസ് ഒന്നും അതിനകത്തുനിന്ന് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ഈ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മൈൽഡായിട്ടുള്ളൊരു ഷാമ്പൂ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എഫക്റ്റുമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതൊരു കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം സാധാരണ ഷാമ്പൂങ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പൂ ഉണ്ടാവുമല്ലോ, ആ ഷാമ്പൂയിലേക്ക് ഇത് കുറച്ച് മിക്സ് ചെയ്തിട്ട് ആ ഷാമ്പൂ ഇതിൽ ഡയല്യൂട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് നന്നായിട്ട് മോയ്സ്ചറൈസേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ കണ്ടീഷനാക്കി വെക്കാനും നന്നായിട്ട് നമ്മുടെ മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഷാമ്പൂ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി എണ്ണയിട്ട് കുളിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുടി ഡ്രൈ ആയി പോകില്ല. അത്യാവശ്യം നമ്മുടെ മുടിയിൽ എണ്ണ കളയുകയും ചെയ്യും, എന്നാൽ മുടിക്ക് നല്ലൊരു ലുക്ക് കൊടുക്കുകയും ചെയ്യും ഈ ഒരു ഷാമ്പൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ പറയുക, അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ നമ്മളുടെ ആ റെഡിമെയ്ഡ് ഷാമ്പൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഷാമ്പൂ വെച്ചിട്ട് മുടി കഴുകുക. ബാക്കി എല്ലാ ദിവസവും ഈ ഒരു ഷാമ്പൂ വെച്ചിട്ട് മുടി കഴുകുക. അപ്പോൾ നമ്മുടെ മുടിയും വളരും, അതുപോലെ തന്നെ സ്കാൽപ്പിലുള്ള താരനും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് കയറി നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസും ഡൗട്ട്സൊക്കെ എല്ലാം സജഷൻസൊക്കെ എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.